ഏറ്റവും കൂടുതൽ ഓണറേറിയം കേരളത്തിലാണുള്ളതെന്ന് വീണ ജോർജ് സഭയെ അറിയിച്ചു. ആശാവർക്കർമാർക്ക് പ്രസവ അവധി കേരളത്തിൽ അനുവദിച്ചിട്ടുണ്ട്. കേന്ദ്രം പണം നൽകാത്ത കാര്യം കേരളത്തിൽ നിന്നുള്ള എംപിമാർ പാർലമെന്റിൽ ഉന്നയിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. 26,125 പേരാണ് സർ 14 ജില്ലകളിലായിട്ട് പ്രവർത്തിക്കുന്നത്. സർ 2011-12 സംസ്ഥാന ബജറ്റിൽ അന്നത്തെ LDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട അംഗം അക്കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു. ഇവർക്കൊരു ഓണറേറിയം പ്രഖ്യാപിച്ചിരുന്നു സർ. അവിടെ നിന്ന് 2016 ഓണറേറിയം 1000 രൂപയായിരുന്നു സർ. ഇന്ന് അത് 7000 രൂപയായി സംസ്ഥാന സർക്കാർ ഓണറേറിയം നൽകുന്നുണ്ട്. നാം കാണേണ്ടത് ഇത് സംബന്ധിച്ച് പല തെറ്റായ കാര്യങ്ങളും ചില മാധ്യമങ്ങളെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിലും രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ് സർ. ആ ഓണറേറിയം മാത്രമല്ല, അപ്പോൾ തെറ്റായിട്ട് അതും വ്യാഖ്യാനിക്കുന്നുണ്ട് സർ. ഓണറേറിയം മാത്രമാണ്, അങ്ങനെയല്ല. ഓണറേറിയം കൂടാതെ 3000 രൂപ ഫിക്സ്ഡ് ഇൻസെന്റീവ് ഉണ്ട് സർ. ആ ഫിക്സ്ഡ് ഇൻസെന്റീവ് കൂടാതെ ഓരോ പ്രവർത്തനങ്ങൾക്കും, ഇപ്പൊ ഒരു കുഞ്ഞിന് ഇമ്മ്യൂണൈസേഷൻ, അത് സാധാരണ ഇമ്മ്യൂണൈസേഷന് 20 രൂപ എന്നുള്ളതാണ്. നാം കാണേണ്ടത് ആശാ സ്കീം തുടങ്ങുമ്പോൾ കേന്ദ്രം നിശ്ചയിച്ച ഇൻസെന്റീവാണ് 20 രൂപ എന്നുള്ളതാണ്. ഞാൻ 2024 ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയെ, പുതിയ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ നേരിട്ട് കണ്ട് ഈ വിഷയം ഉന്നയിച്ചിരുന്നു. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി അദ്ദേഹം ഇവിടെയുണ്ട്. പ്രീ ബജറ്റ് ഡിസ്കഷന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഇക്കാര്യം, അതായത് സ്കീം വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള അവർക്ക് നൽകുന്ന കേന്ദ്ര വിഹിതങ്ങളിൽ വർധന ഉണ്ടാകണം എന്നുള്ളതാണ് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഡൽഹിയിൽ. കെ ശാന്തകുമാരിയുടെ ശ്രദ്ധ ക്ഷണിക്കലിലാണ് മന്ത്രിയുടെ മറുപടി.